ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ഇസ്രായേലിന്റെ ചാരവനിതയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സഹായിച്ചത് ഈ ചാരവനിത എന്നാണ് പറയുന്നത്. അതിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഉവ്വ്. ഇത് ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ എന്ന യുവതിയാണ്. അവരുടെ മുഴുവൻ പേര് കാതറിൻ പെരസ് ഷെഗ്ദം. ഇവരാണ് ഇറാനിലെത്തി ഇറാനിൽ ചില മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ച് പിന്നീട് മതം മാറി അവർ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമനേയിയുടെ ബ്ലോഗറായി മാറി എന്നാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവർ പല രഹസ്യങ്ങളും ചോർത്തി ഇറാന് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അല്ലെ, ഈ വിവരം വെച്ചായിരിക്കും അല്ലെ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ അല്ലേ? അതെ അതെ, ഇസ്രായേൽ അതായത് ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഖമനേയി ഉണ്ട്. ഖമനേയി ഇടം വലം തിരിഞ്ഞാൽ ഞങ്ങളത് അറിയും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അത് വാസ്തവത്തിൽ ഈ കാതറിൻ അവിടെ നുഴഞ്ഞു കയറി മതം മാറി ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ ഖമനേയിയുടെ ബ്ലോഗറായി മാറി, അവരുടെ ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളായി മാറി, ബ്ലോഗിൽ എഴുതുന്ന ആളായി മാറി. അങ്ങനെ വലിയൊരു വളരെ വിശ്വാസ്യതയുള്ള ഒരു ഉന്നത പദവിയിൽ അവർ ഇരുന്നു എന്നുള്ളതാണ്. ഇവർ ലണ്ടനിലെ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ വ്യക്തിയാണ്. ഈ ഫ്രാൻസിലെ ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ പെരസ് ഷെഗ്ദം. ഈ അവരെ സംബന്ധിച്ച് ധനകാര്യം, ആശയവിനിമയം തുടങ്ങിയ വിഷയങ്ങളിൽ അവർ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് തന്നെ യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായിട്ട് അവർ പ്രണയത്തിലായി. അങ്ങനെ പ്രണയത്തിലായി ഈ വിവാഹത്തിനായിട്ട് ഇസ്ലാമിലേക്ക് അവർ മതം മാറി. പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസത്തിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ ടെഹ്റാനിലേക്ക് വരുന്നത്. ടെഹ്റാൻ ടൈംസ്, യമൻ പോസ്റ്റ്, ദ ഗാർഡിയൻ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. പിന്നീടാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ബ്ലോഗ് കൈകാര്യം ചെയ്യാനായിട്ട് അവർ വരുന്നത്. അത് ഈ ഖമനേയിയുടെ വെബ്സൈറ്റായ khamenei.ir, അതിലാണ് അവർ ബ്ലോഗറായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഈ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ 2017 അവർ ഇറാനിലെത്തിയത്. അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവും ഒരു സ്ഥാനാർത്ഥിയുമായിരുന്ന ഇബ്രാഹിം റൈസി എന്ന ആളുമായിട്ട് സൗഹൃദത്തിലായി. ഈ റൈസി വഴിയാണ് ഇവർ ഇറാനിലെ പല നേതാക്കളിലെയും ഈ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഒക്കെ എത്തിയത്. അവരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായിട്ട്, ഈ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായിട്ടും അവർ വലിയ ചങ്ങാത്തത്തിലായി. അങ്ങനെയൊക്കെ കാതറിൻ അവരുടെ വിശ്വാസം നേടിയെടുത്താണ് അവർ ഇവരുടെയൊക്കെ വീടുകളിൽ നിത്യസന്ദർശകയായിരുന്നു. അങ്ങനെ ആ വിശ്വാസം നേടിയെടുത്താണ് അവർ പതുക്കെ തന്ത്രപ്രധാന പദവികളിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് അടുക്കുകയും അവരിലൂടെ അയത്തുള്ള അലി ഖമനേയിയിലേക്ക് എത്തുകയും ചെയ്തത്. ഈ ഓരോ തവണയും ഓരോ കാലത്തും അവർ തൻ്റെ പ്രവർത്തന പരിധി വ്യാപിപ്പിച്ച് വലുതാക്കി ഇവരുടെ എല്ലാം വിശ്വാസ്യത നേടിയെടുത്ത് അയത്തുള്ള അലി ഖമനേയിയിലേക്ക് എത്തുകയായിരുന്നു. ഇത് ഇവർ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുന്ന് കൃത്യമായിട്ട് ഫോട്ടോ, അതിൻ്റെ രേഖകൾ, അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഒക്കെ വളരെ കൃത്യമായിട്ട് ശേഖരിക്കുകയും അത് ഇസ്രയേലിന് അതീവ രഹസ്യമായിട്ട് കൈമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് അവർ കൈമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇറാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും കാതറിൻ സ്ഥലം വിട്ടിരുന്നു. ഇറാൻ വിട്ട് കാരണം ഇപ്പോൾ ഓരോ ദിവസവും ഇറാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇത്തരം ചാരപ്രവൃത്തി ചെയ്യുന്നവരെ തൂക്കിലേറ്റുന്നു എന്നാണ്. ഒരു പരിധിയില്ലല്ലേ അവിടെ? തീർച്ചയായിട്ടും അവിടെ വലിയ തോതിൽ, അതെ, മൊസാദ് വലിയ രീതിയിൽ. ഇപ്പോൾ ഒരു കാതറിൻ്റെ കഥയാണ് നമുക്ക് അറിയുന്നത്. ഇതുപോലെ എത്ര കാതറിനുമാർ അവിടെ കടന്നു കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്തായാലും മൊസാദിൻ്റെ ചാരവലക്കണ്ണികൾ വളരെ ശക്തമാണ്. ഈ പറഞ്ഞതുപോലെ ഇറാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും കാതറിന് അവിടെ നിന്ന് മുങ്ങി. ഇപ്പോൾ ഈ കാതറിന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം.
ഖാദറിൻ അയത്തുള്ള അലി ഖമനേയിയുമായിട്ട് വളരെ അടുപ്പം സ്ഥാപിക്കുകയും അയാളുടെ വ്ളോഗറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഇറാൻ്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇസ്രയേലിന് മനസ്സിലായി, അല്ലെങ്കിൽ മൊസാദ് വഴി ഇസ്രയേൽ ഭരണകൂടത്തിലേക്ക് വിവരങ്ങൾ എത്തി എന്നാണ്. അതിന് ഖാദറിൻ വലിയ അളവിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും ഈ ഖാദറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഖാദറിൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവർ സ്വദേശത്തേക്ക് ഫ്രാൻസിലേക്ക് മടങ്ങിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അന്ന് പേജർ പൊട്ടിത്തെറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു മലയാളിയുടെ ബന്ധമാണ് ഇടക്കാലത്ത് പുറത്തു വന്നത്, വയനാട് സ്വദേശിയുടെ. അതെ, ആ മലയാളി ആ പേജർ ഉണ്ടാക്കി കൊടുത്ത കമ്പനിയിൽ ജോലി ചെയ്തു, അതിൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ അവരൊന്നും ഇത് അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. ഈ എക്യുപ്മെൻ്റ്, ഈ യന്ത്രം നിർമ്മിക്കുമ്പോൾ, അങ്ങനെ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ ഇത് എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ആരാണിത് ഉപയോഗിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് തുടങ്ങിയ ഒരു വിവരങ്ങളും ഇവരെ സംബന്ധിച്ച് അറിയില്ല. നമുക്കറിയാലോ, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു കാറ് നിർമ്മാണ കമ്പനി ടാറ്റയ്ക്കുണ്ടല്ലോ, കാറ് നിർമ്മാണ കമ്പനി. അവിടെ കാറ് നിർമ്മിക്കുമ്പോൾ ഈ കാർ ആരൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയും, ഒന്നും അവർക്കറിയില്ല. അതുപോലെയാണ് ഈ മലയാളിയുടെ കാര്യവും. എന്തായാലും ഖാദറിൻ അങ്ങനെയല്ല. ഖാദറിൻ വളരെ കൃത്യമായിട്ട് ചാരപ്രവർത്തനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ്. അല്ല, ഈ ഇസ്രയേലിന്റെ ഈ ചാരപ്രവർത്തനങ്ങൾ എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് അല്ലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഖമേനിയുടെ അടുത്ത് വരെ എത്തുകയാണ്. അതെ, അത് ഖമനേയിയുടെ അടുത്ത് മാത്രമല്ല, അവർ ഈ പറയുന്നത് പോലെ ലോകം മുഴുവനും അവരുടെ ചാരക്കണ്ണുകൾ വലയം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ അടുത്താകട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്താകട്ടെ ഒക്കെ ഒരു പക്ഷേ അവരുടെ ഇത് എത്തിയിട്ടുണ്ടാകും, നമുക്കറിയില്ല. കാരണം മൊസാദ് അത്ര സമർത്ഥരാണ്. അവർ ഈ പറയുന്നത് പോലെ വെറും ഈ രാജ്യസുരക്ഷ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചാരപ്രവർത്തനം നടത്തുകയല്ല, മറിച്ച് ഈ ഇസ്രയേലിൻ്റെ അതിജീവനത്തിന് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ 100 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അന്ന് ആ 100 വർഷത്തേക്കുള്ള, അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഈ ഹമാസിന്റെ ആരാധകർ എല്ലാം രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഈ മൊസാദിന്റെ കേന്ദ്രം തകർത്തു, മൊസാദിനെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞിട്ട് അതെല്ലാം ഫാക്ട് ചെക്കിലൂടെ തെളിഞ്ഞതാണ്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷോപ്പ് വലിയ ആഘോഷമായിരുന്നു. അതെ, അത് മൊസാദ് എന്നുള്ള സ്പെല്ലിങ് പോലും തെറ്റിച്ചാണ് അതിനകത്ത് ആ കെട്ടിടത്തിന്റെ മേളിൽ എഴുതിയിരുന്നത്. അതൊന്നും ഈ നമുക്കറിയാലോ, ഈ ചാര സംഘടനകളൊന്നും അവരുടെ പേരെഴുതി വെച്ച് ഒരു ബോർഡൊക്കെ വെച്ചല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട് ഇന്ത്യയിൽ. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസ് എവിടെയാണെന്ന് ശ്രീജിത്തിന് അറിയില്ല. പക്ഷേ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ എയർപോർട്ടിലുണ്ട്, അവർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലങ്ങളിൽ, ആൾക്കാർ വന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ അവർ അതീവ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം അവർ വിവരശേഖരണം നടത്തുന്നുണ്ട്. ഇതൊന്നും സാധാരണക്കാർക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം, പണ്ട് നമ്മൾ ഇവിടുന്ന് ഒരുപാട് പേര് ഗൾഫിൽ ജോലിക്ക് പോകും. ഇതെനിക്ക് അറിയുന്നൊരു കാര്യമാണ്. ഞാൻ ഈ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ചില പരിചയങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ. അപ്പോൾ ഭർത്താവ് ഗൾഫിൽ ജോലിക്ക് പോകുന്നു, ഭാര്യ നാട്ടിൽ. ഭാര്യ കത്തയക്കും, അവിടെ ചിലപ്പം 2 ആഴ്ച വരെയൊക്കെ എടുക്കും കത്ത് കിട്ടുന്നു, തിരിച്ച് അവിടെ നിന്നൊരു കത്ത് അയക്കുന്നു, അത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. പിന്നീട് അത് കുറച്ചുകൂടെ വേഗത്തിലായി. അപ്പോൾ അന്നൊക്കെ ഈ എയർപോർട്ടിലുള്ള IB ഉദ്യോഗസ്ഥർ, വിമാനത്തിലാണല്ലോ ഈ കത്ത് വരുന്നത്, അവിടെ വരുമ്പോൾ അവർ ആ കത്ത് പൊട്ടിച്ച് വായിക്കുമായിരുന്നു. കത്ത് വളരെ സമർത്ഥമായിട്ട് പൊട്ടിച്ച് വായിക്കാനുള്ളൊരു തന്ത്രം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലും ഒക്കെ അത് ചെയ്യും അവർ, വേണ്ടി വന്നാൽ. അവർക്ക് എപ്പോഴും അത് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ വിദേശത്തു നിന്ന് വരുന്ന കത്തുകളൊക്കെ ഇത്തരത്തിൽ അവർ വളരെ സമർത്ഥമായിട്ട് പൊട്ടിച്ച് വായിക്കുമായിരുന്നു. പൊട്ടിച്ച് വായിച്ചിട്ടാണ് അത് ഡെലിവറിക്ക് വീടുകളിൽ എത്തിയിരുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള അതൊക്കെ പിന്നെ മാറി. പിന്നെ ഇപ്പോൾ ടെലിഫോണൊക്കെ വരികയും മൊബൈലൊക്കെ സർവ്വസാധാരണമാകുകയും ചെയ്തപ്പോൾ അതിൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും തന്നെ ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല. ഇസ്രയേൽ വളരെ തന്ത്രപരമായിട്ട്, ഇപ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ അയത്തുള്ള അലി ഖമനേയുടെ അടുക്കൽ ഒരു ഖാദറിനെത്തിയ കഥ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് തന്നെ ഇസ്രയേൽ മനഃപൂർവ്വം പുറത്തു വിട്ടതാണോ, മൊസാദ് മനഃപൂർവ്വം പുറത്തു വിട്ടതാണോ എന്ന് നമുക്കറിയില്ല.
ഒരു പക്ഷെ മനഃപൂർവ്വം പുറത്തു വിട്ടതായിരിക്കാം, ഇറാൻ്റെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ടും മറ്റും. ഒപ്പം മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പാണ്, നിങ്ങളുടെയൊക്കെ അടുത്ത് ഞങ്ങളുടെ ആളുണ്ട് എന്ന്. അതാണല്ലോ നെതന്യാഹു പറഞ്ഞത്. ഖമനേയി ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും ഞങ്ങൾ അറിയും, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, ഞങ്ങളുടെ ചാരവലയത്തിനുള്ളിലാണ് ഖമനേയി കഴിയുന്നത്. ആ ഖമനേയും കുടുംബമൊക്കെ നേരെ കൂടും കുടുക്കയൊക്കെ എടുത്ത് ബങ്കറിലേക്ക് പോയി. ആ ബങ്കറിലും കൂടെ ഈ പറയുന്നത് പോലെ ഇവരുടെ പരിചാരകനോ പരിചാരകയോ ആയ ആള് കൃത്യമായിട്ട് മൊസാദിന് വിവരം കൊടുക്കുന്ന ആളായിരിക്കും. നമുക്ക് പറയാൻ സാധിക്കില്ല എന്താണ് അതിനകത്ത്. എന്തായാലും ഇപ്പോൾ ഖാദറിൻ്റെ ഈ അതിശയിപ്പിക്കുന്ന കഥ, അത് ഒരുപക്ഷെ ഭാവിയിൽ സിനിമയൊക്കെ ആയിക്കൂടാന്നില്ല. അങ്ങനെ നമുക്കറിയാലോ, അങ്ങനെ പല സിനിമകളും വന്നിട്ടുണ്ട്. ഈ ലോകത്തിലെ അതിപ്രശസ്തരായ ഈ ചാര വനിതകളെക്കുറിച്ച് പല ഈ എന്താ പറയുക ലോക സുന്ദരിമാരും ചാരപ്രവർത്തനം കൂടി നടത്തിയിരുന്നവരാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പല കഥകളും അവരെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഖാദറിൻ്റെത് നാളെ ഒരു സിനിമ ആയിക്കൂടാ എന്നില്ല. ഖാദറിൻ പെരസ് ഷഗ്ദേവ് എന്ന് പറയുന്ന ജൂത വനിത ഇസ്രയേലിന് വേണ്ടി, മൊസാദിന് വേണ്ടി എങ്ങനെയാണ് അയത്തുള്ള അലി ഖമനേയിയെ വട്ടത്തിലാക്കിയത്, തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയത്, ഏതൊക്കെ വിധത്തിൽ അവർ ഈ പരമോന്നത നേതാവിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനി കൂടുതലായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും മൊസാദിനെ നമുക്ക് കയ്യടി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. ഒരു മികച്ച ചാരപ്രവർത്തനം നടത്തുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ കൃത്യമായ ആക്രമണമായിരുന്നല്ലോ ഇറാനുമായി ബന്ധപ്പെട്ട്. നാം ഇറാന്റെ ഭാഗത്ത് നിന്ന് എല്ലാരും പറയും പോലെ കുറെ കല്ലുവാരി എറിയും പോലെ കുറെ മിസൈലുകൾ അങ്ങോട്ട് തള്ളിവിട്ടു. അതിൽ ഒന്നോ രണ്ടോ താഴെ വീഴുന്നു, ബാക്കി മുഴുവൻ തകർക്കപ്പെടുന്നു. മറിച്ച് ഇസ്രയേൽ ആകുമ്പോൾ കൃത്യമായി തന്നെ ലക്ഷ്യത്തിൽ കൊള്ളുന്നു.